24 റൗണ്ടപ്പിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. 2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സ്വർണം പൂശിയ ചെമ്പുപാളിയാകാൻ കൈമാറിയതെന്നാണ് പ്രതികരണം. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. അത് ചെമ്പ് തകിടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്വർണം പൂശാണ്. ആ സ്വർണ്ണപ്പൂശ് പോയതുകൊണ്ടാണ് ദ്വാരപാലകരെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനോട് വാതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് കറുത്ത് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊന്നുകൂടെ കൃത്യമാക്കി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു പ്രപ്പോസൽ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു അവിടെ വന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണം എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് 2019 കൈമാറിയത് ചെമ്പുപാളി എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലാണ് ഇന്ന് പത്മകുമാർ വിശദീകരണവുമായി എത്തിയത്. ഇന്നത്തെ പ്രതികരണം ഇങ്ങനെ: 44 കിലോ സ്വർണം കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണമോ ചെമ്പോ എന്ന് തനിക്കറിയില്ലെന്ന് കൈമാറ്റം നടക്കുമ്പോൾ മഹസറിലൊപ്പിട്ട മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. അതേസമയം വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിന്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും നന്നായിരിക്കും, എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. അതേസമയം വിവാദം കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. CBI അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 24. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയെയും ഡോക്ടേഴ്സിന്റെ വീഴ്ചയല്ലെന്നും അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. നിറവ്യത്യാസവും വേദനയുമുണ്ടെങ്കിൽ ആശുപത്രിയിലെത്തണമെന്ന് നിർദ്ദേശിച്ചെന്ന ഡോക്ടേഴ്സിന്റെ വാദം പച്ചക്കള്ളമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. വിരലുകൾ അനക്കണം, കാരണം എന്നാലേ രക്തചംക്രമണം ഉണ്ടാവുള്ളൂ, നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുക്കുമായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും ഓർത്തോ വിഭാഗം മേധാവിയുടെയും വിശദീകരണം. എന്നാൽ ഇത് നുണയെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത 24-നോട് അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. എന്നാൽ രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. DMOയ്ക്ക് ലഭിച്ച റിപ്പോർട്ട് സമർത്ഥിച്ചാണ് ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കുമെന്ന് MLA K ബാബു പറഞ്ഞു. 24 പാലക്കാട്. 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യശാലി അജ്ഞാതയായി തുടരും. ബമ്പർ അടിച്ചത് പുറത്തറിയിക്കേണ്ടെന്നാണ് തീരുമാനം. നെട്ടൂർ സ്വദേശിനിയാണ് കോടിപതിയെന്ന് 24-ലൂടെ ലോട്ടറി ഏജന്റ് വെളിപ്പെടുത്തിയതോടെ ആകാംക്ഷ വാനോളമായി. പൊതുമധ്യത്തിലെത്താതെ ബാങ്കിൽ നേരിട്ടെത്തി ലോട്ടറി കൈമാറാനാണ് സാധ്യത. അടിച്ചെന്ന് സംശയിക്കുന്ന ആളുടെ വീട് അടച്ചുപോയേക്കണേ, വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും 12 മണിക്കുള്ളിൽ ആള് പ്രത്യക്ഷപ്പെടും. ഭാഗ്യശാലി 12 മണിയോടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞതോടെ ആരെന്നറിയാനുള്ള ആകാംക്ഷയും കാത്തിരിപ്പുമേറി. ബമ്പറടിച്ച സ്ത്രീയെ താൻ ഇന്നലെ കണ്ടെന്ന് ലതീഷിന്റെ സുഹൃത്ത് സലാം. എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചതാ. അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും, പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടോ. 12 മണിയോടെ ഭാഗ്യശാലിയെ കാണാൻ ലോട്ടറി ഏജൻസിക്ക് മുന്നിൽ തിരക്കേറി. നിയന്ത്രണത്തിന് പോലീസുമെത്തി. എന്നാൽ പൊതുമധ്യത്തിൽ വരാൻ ഭാഗ്യശാലിക്ക് ആഗ്രഹമില്ല. അവര് വരൂല, അവര് പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവര് വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവര് ആളും ആരവും കണ്ടതോടെയാണ് പൊതുമധ്യത്തിൽ വരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഭാഗ്യശാലി പിന്മാറിയത്. ആകാംക്ഷയും കാത്തിരിപ്പും ഇനിയും നീളും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.
കോൺഗ്രസിൽ നിന്നുയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ ശശി തരൂർ എം പി. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് ശശി തരൂർ പറഞ്ഞു. നെഹ്റുവിന്റെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും, എല്ലാ വിശ്വാസവും, എല്ലാ ആക്ഷൻസും ആ വിശ്വാസത്തിലാണ്. പത്തനംതിട്ട കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ ഇരുചക്ര വാഹനം 108 ആംബുലൻസിലിടിച്ചു. ഒരാൾക്ക് പരിക്ക്. പാമ്പുകടിയേറ്റ ആളുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് വി ജയശങ്കറാണ്. ജയശങ്കർ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണത്. എപ്പോഴായിരുന്നു ഈ അപകടം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വളരെയധികം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ ഞെട്ടൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. 108 ആംബുലൻസിൽ ഇത്തരത്തിൽ ബൈക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തമിഴ്നാട് സ്വദേശിക്ക് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. രാമലിംഗം എന്ന ആൾക്കാണ് പരിക്ക് പറ്റിയത്. ഇദ്ദേഹത്തെ കോന്നി മെഡിക്കൽ കോളേജിലും പിന്നീട് ചെങ്ങന്നൂർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. പാമ്പുകടിയേറ്റ് ആളുമായി ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ക്രിസ്റ്റീന, പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ കുടുംബം. ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം കിട്ടിയില്ലെന്നാണ് പരാതി. മണ്ണാറമല സ്വദേശിനി കൃഷ്ണമ്മയാണ് മരിച്ചത്. അമ്മയ്ക്ക് പട്ടി കടിച്ചെന്നുള്ള വാസ്തവമാണ്. പക്ഷേ പട്ടി കടിച്ച് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ 10 മിനിറ്റ്സിനുള്ളിൽ എത്തിച്ചു, അല്ലെ 15 മിനിറ്റ്സ്. അവിടെ ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവിടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പം സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ഒരു വാഷിംഗ് അവിടെ നടന്നിട്ടില്ല. അമ്മ എന്നോട് അതെന്നല്ല പറഞ്ഞു, പിറ്റേ ദിവസമാണ് പറയുന്നത് അവിടെ വാഷിംഗും ചെയ്തു. അപ്പം പത്തനംതിട്ട അവർ പറഞ്ഞത് വാക്സിൻ എടുത്തു, നിങ്ങൾ ഇവിടെ ഒരു വലിയ വൂണ്ട് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പൊക്കോളൂ. അപ്പം എന്നിട്ട് അവർ എത്ര വൂണ്ടുണ്ടെന്നോ എത്ര വൂണ്ടിൽ വാക്സിൻ എടുത്തെന്നോ അല്ലെ ഒരു ബ്രീഫും നമുക്ക് തന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറുടെ റെഫറൽ ലെറ്ററും കൊടുത്തു, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൂണ്ടുണ്ട്, അതിൻ്റെ താഴെ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ലിപ്പിലുണ്ട്, കൈ വെള്ളയ്ക്കുണ്ടായിരുന്നു, കൈയുടെ പുറത്തുണ്ടായിരുന്നു, കാലിലുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് അവർ ഇവിടുത്തതും കൈയുടെ പുറത്തെയും കാലിലും എടുത്തിട്ടുള്ളൂ. ഈ 2 സ്പോട്ട് മിസ്സായി, അതുകൂടെ കൈ വെള്ളയ്ക്കുള്ളതും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, പട്ടി കടിച്ചാൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ അത് കൃത്യമായി കൊടുത്തില്ല. ഇപ്പോൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം എന്ന വിവരം പറഞ്ഞിട്ടില്ല, അതവരെ കൊണ്ട് ചെയ്തിട്ടും ഇല്ല എന്ന് പറയുന്നു. കുടുംബത്തിന്റെ ആരോപണം എന്തൊക്കെയാണ്? ഇതുമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ ഒരു ശ്രമം? ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അതായത് ഈ നായയുടെ കടിയേറ്റതിനു ശേഷം സോപ്പ് വെള്ളത്തിൽ ഈ മുറികൾ കഴുകാൻ നിർദ്ദേശിച്ചില്ല, എല്ലാ മുറിവുകളിലും കുത്തിവെപ്പെടുത്തില്ല ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലവിൽ പറയുന്നു. ഈ കുടുംബം ആക്ഷേപിക്കുന്നുണ്ട്. 6 മുറിവുകളിൽ 3 എണ്ണത്തിൽ മാത്രമാണ് ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്തത്. ബാക്കി 3 മുറിവുകളിൽ ഇഞ്ചക്ഷൻ എടുത്തത് തൊട്ടടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണെന്ന് ഈ ബന്ധുക്കൾ തന്നെ ആക്ഷേപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ കൃത്യമായ പരിചരണം നൽകിയിരുന്നെങ്കിൽ പിന്നീട് എടുക്കുന്ന റൂബിക്സ് വാക്സിന്റെ ഉൾപ്പെടെ ഗുണം ലഭിക്കുമായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 4-ാം തീയതി തിരുവോണത്തലേന്നാണ് ഇത്തരത്തിൽ കൃഷ്ണമ്മയ്ക്ക് നായയുടെ കടിയേറ്റത്. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സ തേടി, പിന്നീടാണ് ഒരു വിദഗ്ധ ചികിത്സയ്ക്കും മറ്റുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഈ മുഖത്തടക്കം നായയുടെ കടി ഏറ്റിരുന്നു. പ്രദേശത്തെ ഏതാനും ആളുകൾക്കും അതേ ദിവസം തന്നെ നായയുടെ കടിയേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയതാണ്. ആ സംഭവത്തിന് ഗുരുതരമായി നായയുടെ കടിയേറ്റ വീട്ടമ്മയാണ്, കൃഷ്ണമ്മ എന്ന് പറയുന്ന വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മരണം പേവിഷബാധം ഏറ്റത് മൂലമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ DMOയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നിലവിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വി ജയശങ്കർ.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായാണ്. നവംബർ 22 മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22 അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ജ്ഞാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റു പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷം. നേപ്പാളിൽ 47 പേർ മരിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ മരണം 17ആയി. സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ അതീവ രൂക്ഷമാണ് സാഹചര്യം. മണ്ണിടിച്ചിലിൽ മിരിക്, സുഖിയ, പൊഖാരി എന്നിവിടങ്ങളിൽ മാത്രം 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പശ്ചിമ ബംഗാളിലും സിക്കിമിനും ഇടയിലുള്ള റോഡ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ബാലസൺ നദിക്ക് കുറുകെയുള്ള ദുഡിയ ഇരുമ്പ് പാലം തകർന്നതോടെ ഡാർജിലിംഗിനും സിരിഗുഡിക്കും ഇടയിലുള്ള പ്രധാന റോഡ് തടസ്സപ്പെട്ടു. നേപ്പാളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഇലാം ജില്ലയിലുണ്ടായ വ്യാപക മണ്ണിടിച്ചിലിൽ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി, റോഡുകൾ തകർന്നു. കോശി ബാരേജിന്റെ 56 ഗേറ്റുകളും തുറന്നു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് പിന്തുണ അറിയിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വടക്കൻ ബംഗാൾ, സിക്കിം, മേഘാലയ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടും ബീഹാർ, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ഉത്തർപ്രദേശിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. തെളിവുകൾ നശിപ്പിക്കാനായി മൃതദേഹം ദഹിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു. ഉത്തർപ്രദേശ് രംഗ്പൂർ സ്വദേശിയായ രജനി കുമാരിയാണ് കൊല്ലപ്പെട്ടത്. ഈ വർഷം ഏപ്രിലിലായിരുന്നു രജനിയും സച്ചിനും തമ്മിലുള്ള വിവാഹം. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് സച്ചിനും സഹോദരങ്ങളും രജനി കുമാരിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. ടെന്റ് ഹൌസ് ആരംഭിക്കണമെന്നും ഇതിനായി 5 ലക്ഷം രൂപ വേണമെന്നും സച്ചിനും ബന്ധുക്കളും ആവശ്യപ്പെട്ടു. പണം നൽകാതായതോടെ ഗർഭിണിയായ രജനി കുമാരിയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. തെളിവുകൾ നശിപ്പിക്കാനായി മൃതദേഹം ദഹിപ്പിച്ചതായും പോലീസ് പറഞ്ഞു. രജനി കുമാരിയുടെ അമ്മ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിലെ ദുരൂഹത ഉടൻ നീങ്ങുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കസ്റ്റഡിയിലുള്ള പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായുള്ള സൂചനയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. മരണത്തിന് പിന്നിലെ കാരണത്തിൽ ഉടൻ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത അറിയിച്ചു. ഈ മാസം 10-ന് സുബീന്റെ ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കും. അതിന് പിന്നാലെ എന്താണ് ഗായകന് സംഭവിച്ചത് എന്നതിൽ വ്യക്തത ഉണ്ടാകുമെന്ന് അസം മുഖ്യമന്ത്രി പറഞ്ഞു. സുബീനെ മാനേജറും പരിപാടിയുടെ സംഘാടകനും ചേർന്ന് വിഷം കൊടുത്തു കൊന്നതാകാമെന്ന സഹഗായകന്റെ മൊഴിയിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സഹഗായകന്റെ മൊഴിയുടെ സത്യാവസ്ഥ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. സിംഗപ്പൂർ പരിപാടിയുടെ സംഘാടകൻ ശ്യാം കാനു മഹന്തയുടെ പണമിടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 ഡൽഹി.
ഗസയുടെ അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസ് പൂർണ്ണമായ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിന്റെ കാര്യത്തിൽ ഹമാസിന് ആത്മാർത്ഥതയുണ്ടോ എന്ന കാര്യത്തിൽ വൈകാതെ വ്യക്തത വരുമെന്നും ട്രംപ് പറഞ്ഞു. ഗസയിൽ ബോംബാക്രമണം അവസാനിപ്പിക്കുന്നതിൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നോട് യോജിക്കുന്നു. തന്റെ സമാധാന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും അതിനായി കഠിനാധ്വാനം ചെയ്യുകയാണെന്നും ട്രംപ് പറഞ്ഞു. CNN-നോടാണ് ട്രംപിന്റെ പ്രതികരണം. ബ്രിട്ടനിലെ ഈസ്റ്റ് സസെക്സിൽ മുസ്ലിം പള്ളിക്ക് തീയിട്ടു. ഇന്ത്യൻ സമയം രാവിലെ 2:20 സംഭവം. 2 പേരാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ആർക്കും പരിക്കില്ല. കെട്ടിടത്തിന്റെ പ്രവേശന കവാടവും പുറത്തുണ്ടായിരുന്ന കാറും കത്തിനശിച്ചു. പള്ളിക്കുള്ളിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാഞ്ചസ്റ്ററിലെ സിനഗോഗിന് നേരെ ആക്രമണമുണ്ടായി. ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ആരാധനാലയത്തിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൈമാറി. അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തി കലോത്സവം നാളെ നടത്താനാണ് തീരുമാനം. മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റുപറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈം നിർത്തിവെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.